Hello dear students, once again welcome back to our unit of nutrition. Today we'll be starting with diet therapy. So it is the treatment of a disorder with special diet. When a special diet or a particular diet is given to treat a disease, we call it diet therapy. Therapeutic diet is used for it. First one is nothing by mouth or nilper orally. നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ പലരും പേഷ്യൻറ്റിന് എന്തിനാണ് NPO വെക്കുന്നതെന്ന് പല സംശയങ്ങളും ചോദിച്ചായിരുന്നു. സോ അതിൽ ഫസ്റ്റ് വൺ നത്തിങ് ബൈ മൗത്ത് ഓർ നിൽപ്പർ ഓറലി, ഒന്നും വായിൽ കൂടെ കൊടുക്കാതിരിക്കുക. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സർജറിക്കുള്ള പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് GI ട്രാക്റ്റിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ എന്തെങ്കിലുമൊക്കെ സിവിയർ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ യൂഷ്വലി നിൽപ്പർ ഓറലി വെക്കുന്നത്. അൺകോൺഷ്യസ് പേഷ്യൻസ് അങ്ങനെ ഒത്തിരി പേരെയുണ്ട് നമ്മൾ നിൽപ്പർ ഓറലി കീപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് സ്റ്റാൻഡേർഡ് ഡയറ്റ്സ്. സ്റ്റാൻഡേർഡ് ഡയറ്റിൽ ഫസ്റ്റ് വൺ ഈസ് റെഗുലർ ഡയറ്റ്. അത് നമ്മളെല്ലാവരും യൂഷ്വലി കഴിക്കുന്ന ഫുഡാണ് റെഗുലർ ഡയറ്റ്. സെക്കൻഡ് വൺ ഈസ് സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെല്ലി, കസ്റ്റാർഡ് അല്ലെങ്കിൽ നമ്മൾ ചോറ് അരച്ച് കൊടുക്കുന്നതെല്ലാം സോഫ്റ്റ് ഡയറ്റാണ്. ച്യൂ ചെയ്യേണ്ടത് ഏത് ഡയറ്റിന് നമുക്ക് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയാം. തേർഡ് വൺ ഈസ് ക്ലിയർ ലിക്വിഡ് ഡയറ്റ്. എക്സാമ്പിൾ ഈസ് വാട്ടർ, ടീ, ലെമൺ സോഡ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ക്ലിയർ ആൻഡ് സ്ട്രെയിൻഡ് ഫ്രൂട്ട് ജ്യൂസ്. എല്ലാ ഫ്രൂട്ട് ജ്യൂസസും ക്ലിയർ ലിക്വിഡ് ഡയറ്റ് അല്ല. അതായത് ക്ലിയർ ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് ഒക്കെ ക്ലിയർ ആണ്. അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കി നമ്മൾ സ്ട്രെയിൻ ചെയ്തതാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ക്ലിയർ ലിക്വിഡ്. ദെൻ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ കൊക്കക്കോള, പെപ്സി എല്ലാം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. ദേ ആർ ഓൾസോ ക്ലിയർ. ലെമൺ സോഡ നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ടർ ആൻഡ് ടീ. ടീ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ടീ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫുൾ ലിക്വിഡ് ഡയറ്റ്. ഇതിൻ്റെ അകത്ത് എന്ത് ലിക്വിഡും ആകാം, ക്ലിയർ ആവാം, എന്താ പറയുക ക്ലിയർ അല്ലാത്തതാവും, വാട്ട് എവർ ക്യാൻ ബി യൂസ്, ബട്ട് ഇറ്റ്സ് ഫുൾ ലിക്വിഡ് ഡയറ്റ്. ഫുൾ ലിക്വിഡ് ഡയറ്റ് യൂഷ്വലി ഓർലി എടുക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ ട്യൂബിൽ കൂടിയാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റിൽ തന്നെ പഠിക്കുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് സ്പെഷ്യൽ ഡയറ്റ്സ്. അത് ഓരോ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് കൊടുക്കുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് ലിബറൽ ബ്ലാൻഡ് ഡയറ്റ്. അതായത് എരിവും പുളിയും ഒന്നുമില്ലാത്ത, ഒരു രീതിയിലും GI ട്രാക്റ്റിന് ഇറിറ്റേറ്റ് ചെയ്യാത്ത ഫുഡാണ് ലിബറൽ ഡയറ്റ്. ഫാറ്റ് കുറവുള്ള ഡയറ്റ് നമ്മൾ ലോ ഫാറ്റ് ഡയറ്റ് എന്ന് വിളിക്കും. Then high protein diet includes higher levels of protein. Low protein diet is just opposite to high protein diet. Low residual diet. നാരടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കണമെന്ന് നമ്മൾ പറയുന്നത് അതിന് റെസിഡ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈബർ എന്ന് പറയും. ലോ റെസിഡ്യൂ ഡയറ്റ് എന്ന് പറഞ്ഞത് ഫൈബർ കുറവുള്ള ഡയറ്റ്. അത് സ്റ്റൂളിൻ്റെ ബൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പേഷ്യൻ്റാണ് ലോ റെസിഡ്യൂ ഡയറ്റ് കൊടുക്കുന്നത്. ദെൻ സോഡിയം റെസ്ട്രിക്റ്റഡ് ഡയറ്റ്. നമുക്കറിയാം ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ സോഡിയം, അതായത് ഉപ്പ് അധികം കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളവർക്കാണ് സോഡിയം റെസ്ട്രിക്റ്റഡ് ഡയറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ തെറാപ്യൂട്ടിക് ഡയറ്റിന് നമ്മൾ എന്താ പറയുക, ഇറ്റ്സ് യൂസ്ഡ് ഫോർ തെറാപ്യൂട്ടിക് പർപ്പസസ് ഇൻ ഫോം ഓഫ് ഡയറ്ററി സപ്ലിമെൻറ്റ്സ്. അതായത് നമുക്ക് പേഷ്യൻറ്റിന് ഫുഡിൽ കൂടെ കിട്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കും. ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ദ ഡിസീസ് കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ്. ദെൻ ഇറ്റ് റിക്വയേഴ്സ് എയ്തർ അഡീഷൻ ഓർ ഒമിഷൻ ഓഫ് സർട്ടൻ ന്യൂട്രിയൻസ്. ഒന്നെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കും in order to make the diet therapeutic. Examples ഉണ്ട് ഡയബറ്റിക് ഡയറ്റ്. അതിൻ്റെ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതെന്ന്. എസ്പെഷ്യലി ഷുഗറാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യുന്നത്. ദെൻ കാർഡിയോവാസ്കുലർ ഡയറ്റ് നമ്മൾ എന്താ പറയുക ഫാറ്റ് കണ്ടൻറ്റ് കുറയ്ക്കും, ഉപ്പ് കുറയ്ക്കും അല്ലേ. ദെൻ ഹൈപ്പർ ടെൻസീവിൽ അതൊക്കെ തന്നെ ഉപ്പിൻ്റെ അളവാണ് കുറയ്ക്കുന്നത്. റീനൽ ഡയറ്റിന് ഹൈ പ്രോട്ടീൻ, ലോ പ്രോട്ടീൻ, അങ്ങനെ പലതരം ഡയറ്റുകളുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ, purposes or advantages of therapeutic diet or diet therapy is to maintain or improve nutritional status. If a patient's nutritional status is adequate, we have to maintain it, or if it is its quality is low, then we have to improve it, right? And second one is to improve nutritional deficiencies. If patient is deficient of some particular nutrients, we have to add it. So we can improve the nutritional deficiencies. Third one, to maintain, increase or decrease body weight. അത് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. If the patient's body weight is adequate, we have to maintain it. And if it is low, we have to increase it. And if it is high, or if the patient is obese, decreased body weight is desired. Okay, then the next one is to alleviate stress to certain organs or to the whole body. ചിലപ്പോൾ ഹോൾ ബോഡിയിലുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത് കിഡ്നിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ലിവറിൻ്റെയോ ഒക്കെ മേലുള്ള വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെറാപ്യൂട്ടിക് ഡയറ്റ് ഉപയോഗിക്കും. ദെൻ ടു എലിമിനേറ്റ് ഫുഡ് സബ്സ്റ്റൻസസ് ടു വിച്ച് ദ പേഷ്യൻറ്റ് മേ ബി അലർജി. അതായത് ചില ഫുഡ് ഐറ്റംസ് നമുക്കറിയാം, നിങ്ങളിലും പലരും കാണും. ചിലർ നട്ട്സിനോട് അലർജിക്കായിരിക്കും, ചിലർ സീ ഫുഡിനോട് അലർജിക്സ് ആയിരിക്കും, ചിലർ ബീഫിനോട് അലർജിക്കായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ അലർജി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ യാതൊരു കണ്ടൻസും ഇല്ലാത്ത ഫുഡ് പേഷ്യൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നതാണ്
special diet for allergic patients. Then to adjust diet composition, അതായത് പേഷ്യൻസിന് നമുക്ക് ബാലൻസ് ഡയറ്റ് വേണം പേഷ്യൻ്റ് ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച്. സോ ഇൻ ഓർഡർ ടു അഡ്ജസ്റ്റ് ദ കമ്പോസിഷൻ ഓഫ് ദ ഡയറ്റ് ഓൾസോ വി പ്രൊവൈഡ് തെറാപ്യൂട്ടിക് ഡയറ്റ്. Okay, I thought you understood. Well, now we are entering in the part of our procedures. The first thing we learn in this unit, nutrition, is oral feeding or feeding a helpless client orally. ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാം a client is sitting and a table is in front of her and a plate with different types of food is there and the nurse is helping the patient to feed. We can see that the patient is elderly. പ്രായമായ ഒരു പേഷ്യൻറ്റിനെ ഒരു nurse ഫീഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. Okay, so this is a nurse's responsibility to feed a patient when the patient is helpless or patient cannot take food himself or herself or themselves. Okay, let us see the nurse's responsibilities while feeding a patient orally. The first step is preparing patient for meals. നമ്മൾ ആദ്യം പേഷ്യൻറ്റിനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. പ്രൊവൈഡ് ഫോർ എലിമിനേഷൻ. ഇഫ് പേഷ്യൻറ്റ് വാണ്ട്സ് ടു ഗോ ടു ബാത്റൂം ഓർ ഇഫ് പേഷ്യൻറ്റ് വാണ്ട്സ് ടു യൂസ് ബെഡ് പാൻ ഓർ യൂറിനൽ, then that should be provided. If patient can go to bathroom, we can send the patient to bathroom. If patient is bedridden or they cannot go to bathroom, we can use bedpan for elimination of stool, and for both males and female, in order to pass stool we use bedpan, and in females for passing urine also bedpan is used, and in males for passing urine we use urinal, that is a portable urinal. We will see what's a bedpan is. This is a bedpan. This is one type of bedpan. Okay, another one is this. We can see different types of bedpans in our hospital settings also. I have shown you two types of plastic bedpans, but in our lab also you can see different types of bedpans with lid and all, steel ones and plastic ones. Okay, let us see what a urinal is. I don't know whether you are familiar with this equipment. This is a urinal. This is a traditional one. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ അധികം ഉപയോഗിക്കാറില്ല, പക്ഷേ മെഡിക്കൽ കോളേജുകളിലൊക്കെ നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പിക്ചർ തന്നെ ഓപ്റ്റ് ചെയ്തത്. ഇതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും ഇതിൻ്റെ ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മെഷർമെൻറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പം മെയിൽ പേഷ്യൻസിന്, ബെഡ്റിഡനായിട്ടുള്ള മെയിൽ പേഷ്യൻസിന് അവർ ബെഡിൽ കിടന്ന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ബെഡ് പാൻ കൊടുത്ത് അതിലെല്ലാം സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അവരുടെ അനാട്ടമിക്കൽ പെക്യൂലിയാരിറ്റി വെച്ച് ഈ എക്യുപ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പില്ലാവാതെ യൂറിൻ ഇതിൻ്റെ അകത്തോട്ട് തന്നെ പാസ് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷർ ചെയ്യാനും എളുപ്പമാണ്. സോ ദിസ് ഇസ് ദ യൂറിനൽ. ഓക്കെ, assist to wash hands and face. If patient is eating himself or herself, we have to assist them to wash their hands and face. Then make the environment attractive and pleasant for eating. ഡേർട്ടി ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ ഇരുന്ന് കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ല അല്ലേ. സോ ഓൾവേസ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് ആൻഡ് പ്ലസൻറ്റ്. ദെൻ റിമൂവ് ഡിസ്ട്രാക്റ്റിംഗ് ആർട്ടിക്കിൾസ് ലൈക്ക് ബെഡ് പാൻ, യൂറിനൽ, MSS ബേസിൻ, സ്പ്യൂട്ടം കപ്പ് എക്സെട്ര. നമ്മളിപ്പോൾ ബെഡ് പാൻ യൂറിനലും കണ്ടു. നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം കഴിക്കുന്ന സമയത്ത് ഇതൊന്നും കാണാൻ നമുക്ക് ഇഷ്ടമല്ല അല്ലേ. നമ്മൾ ടോയ്ലറ്റിൽ പോയിരുന്ന ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണോ? അല്ല. ഇവിടെ MSS ബേസിൻ എന്നുള്ളതിൻ്റെ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് S കിടക്കുന്നത്. നമ്മളത് നോട്ട് എഴുതുമ്പോൾ ബേസിൻ എന്ന് തന്നെ എഴുതണം. BASIN ആണ്. ഓക്കെ, MSS ബേസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്യാനുള്ള ഇൻക്ലിനേഷൻ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനത്തിന് വേറൊരു പേര് കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾ കിഡ്നി ട്രേ ഓർ കിഡ്നി ബേസിൻ. ഈ നോർമൽ ആയിട്ടുള്ള ബേസിൻസും പേഷ്യൻറ്റിന് MSS ബേസിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഹോസ്പിറ്റൽ സെറ്റിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം നിങ്ങളെ കാണിച്ചത്. ഓക്കെ, then sputum cup. I don't know whether you are familiar with this thing. This is a sputum cup. പേഷ്യൻ്റ് ചുമച്ചിട്ട് തുപ്പാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെയും പ്ലാസ്റ്റിക്കും പല വെറൈറ്റി സാധനങ്ങൾ ഇപ്പോൾ കാണാം. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം നമ്മുടെ ലാബിലും ഉള്ളത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈ പിക്ചേഴ്സ് തന്നെ കാണിക്കുന്നത്. യു മേ ഫീൽ ഫെമിലിയർ വെൻ യു ഗോ ടു കോളേജ്. ഓക്കെ, ദിസ് ഇസ് സ്റ്റീൽ സ്പ്യൂട്ടം മഗ്. ഇതിൻ്റെ അത് ബെഡിൽ നിന്ന് നടന്നു സ്പിറ്റ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻ്റ് ഇതിൻ്റെ സ്പിറ്റ് ചെയ്തിട്ട് അടച്ചു വെക്കാനുള്ള ലിഡും ഉണ്ട്. ഈ ലിഡ് ഇതിനോട് കണക്റ്റഡ് ആണ്. സോ ദിസ് ഇസ് ട്രഡീഷണൽ sputum mug. Okay, then see that the room is well lighted and temperature is comfortable. Patient റൂമിൽ ആവശ്യത്തിന് വെളിച്ചം വേണം, റൂമിലൊക്കെ ടെമ്പറേച്ചർ കംഫർട്ടബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. ദെൻ പ്രൊവൈഡ് പ്രോപ്പർ പൊസിഷൻ. നമ്മൾ ഓൾറെഡി കണ്ടു ഓറൽ ഫീഡിങ്ങിന് പേഷ്യൻ്റ് ഇരുന്ന പൊസിഷൻ. ദിസ് ഇസ് ദ പൊസിഷൻ. പേഷ്യൻ്റ് ഇസ് ഇൻ എ സിറ്റിംഗ് പൊസിഷൻ. ഓക്കെ, ദെൻ പ്രൊവൈഡ് ഓവർ ബെഡ് ടേബിൾ. വാട്ട് ഈസ് ഓവർ ബെഡ് ടേബിൾ? This one. See, only one leg is here and it's like a trolley. You can move it. It has wheels here
and there's a table over the top. So what we do is we insert this table from one side of the bed to the other side below the bed, and this portion will be at the patient's level. The height can be adjusted with this lever. This is the overhead table. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഫുഡ് വെച്ച് പേഷ്യൻറ്റിന് സെർവ് ചെയ്യാം. പേഷ്യൻറ്റിന് ബെഡിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് ഇതിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഇത് കാർഡിയാക് ടേബിൾ എന്നും ഒക്കെ പറയും. പേഷ്യൻറ്റിന് എന്താ പറയുക, ബ്രീതിങ് ഡിഫിക്കൽട്ടി വരുമ്പോൾ നമുക്ക് പേഷ്യൻറ്റ് സപ്പോർട്ടിന് കൊടുക്കാം, പേഷ്യൻറ്റ് കമന്ന് കിടക്കാനൊക്കെ കൊടുക്കുന്ന ഈ ഓവർ ബെഡ് ടേബിളാണ്. ഓക്കെ. Then avoid treatments such as enemas, dressings and injections etc. immediately before and after meals. എനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. സ്റ്റൂള് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് എനിമ. എലിമിനേഷൻ്റെ ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഡ്രസ്സിങ് ചെയ്യാന്ന് പറഞ്ഞാൽ വൂണ്ട് ഡ്രസ്സിങ് ആയിരിക്കും. അത് പെയിൻഫുൾ പ്രൊസീജിയർ. ഇഞ്ചക്ഷൻ ഈസ് ഒബ്വിയസ്ലി പെയിൻഫുൾ പ്രൊസീജിയർ. സോ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പും അത് കഴിഞ്ഞിട്ടും അവോയ്ഡ് ചെയ്യും, പേഷ്യൻറ്റ് ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ മീൽസ് ഷുഡ് ബി ആക്യുറേറ്റ്ലി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി പേഷ്യൻറ്റ് ആൻഡ് ഹിസ് ഡിസീസ് കണ്ടീഷൻ. അപ്പം പേഷ്യൻ്റെ മീൽസ് ഡയറ്റീഷ്യനാണ് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത ഫുഡ് പേഷ്യൻ്റെ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ചുള്ള ഫുഡ് ആയിരിക്കണം പേഷ്യൻറ്റിന് കിട്ടുന്നത്. ഓക്കെ. ദെൻ സെർവ് ഫുഡ് അട്രാക്റ്റീവ്ലി ആൻഡ് നീറ്റ്ലി. നൈസ്ലി പ്രിപ്പയർഡ് വെൽ കുക്ക്ഡ് ഫുഡ് ഇംപ്രൂവ്സ് ആപ്പിറ്റൈറ്റ്. അല്ലേ, ഡേർട്ടി ആയിട്ടുള്ള പഴഞ്ചൻ പാത്രത്തിൽ കഴിക്കുന്നതാണോ നന്നായിട്ട്. ഇപ്പോൾ സപ്പോസ് ഒരു ജ്യൂസ് നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഒരു ജ്യൂസിൻ്റെ അരികിൽ ഒരു നാരങ്ങായും വെച്ചിച്ചിരി ഒരു ലിൻറ്റിൻ്റെ ഒരു ഇലയിട്ട് ഒരു ഭംഗിയുള്ള ഒരു എന്താ പറയുക സ്ട്രോയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ വി ആർ ഹാപ്പിനോ, നല്ലൊരു ലുക്കാന്ന് തോന്നുന്നു അല്ലേ. അതുപോലെ തന്നെ ഇവിടെ പേഷ്യൻറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ സാധാരണ ഫുഡാണെങ്കിലും അട്രാക്റ്റീവായിട്ട് നീറ്റായിട്ട് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ പേഷ്യൻസ് ആപ്പിറ്റൈറ്റ്. ഓക്കെ. സോ that's why how we prepare the patient for their meals. Okay, we have to do some assessment now. That is called preliminary assessment. ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അസസ് ചെയ്യണം, എന്നിട്ടേ നമ്മൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് വൺ ഇസ് ചെക്ക് ഫിസിഷ്യൻസ് ഓർഡർ. ദാറ്റ് മീൻസ് പേഷ്യൻറ്റിൻ്റെ ഫയൽ നമ്മൾ ചെക്ക് ചെയ്യണം. വാട്ട് ഡയറ്റ് ഈസ് ഓർഡേഡ് ആൻഡ് ഹൗ മച്ച് വി ക്യാൻ നോ ദ പേഷ്യൻറ്റ് ആൻഡ് വാട്ട് പൊസിഷൻസ് ക്യാൻ ബി ഗിവൺ ടു ദ പേഷ്യൻറ്റ്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകാൻ. ദെൻ പ്ലാൻ ഡയറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ ക്ലയൻറ്റ്, ഹിസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്. അതായത് പേഷ്യൻറ്റിൻ്റെ നീഡ് എന്താണ്, പേഷ്യൻ്റ് എന്ത് ഫുഡാണ് ആവശ്യം എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിട്ട് അത് പ്ലാൻ ചെയ്യണം. പേഷ്യൻറ്റിന് ഇഷ്ടമാണോ ഇഷ്ടമില്ലാത്തതാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യാം. പേഷ്യൻറ്റിൻ്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ച് അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഫുഡായിരിക്കണം. പിന്നെ ആ ഫുഡെല്ലാം അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പേഷ്യൻ്റെ ഡയറ്റ് പ്ലാൻ ചെയ്യാൻ. ദെൻ എൻഷുർ ദാറ്റ് ദ ഓർഡർ ഡയറ്റ് ഈസ് പ്രിപ്പയർഡ് പ്രോപ്പർലി ആൻഡ് സേഫ്ലി. അതായത് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് അതിൽ ഈച്ചയൊന്നും വന്നിരിക്കാത്ത രീതിയിൽ കവർ ചെയ്ത് സേഫ് ആയിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് വി ഹാവ് ടു എൻഷുർ. ദെൻ ഫൈൻഡ് ഔട്ട് പേഷ്യൻസ് ഫുഡ് ഹാബിറ്റ്സ്, ഹിസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഹിസ് ആപ്പിറ്റൈറ്റ്, ഹിസ് എബിലിറ്റി ടു ടേക്ക് ഫുഡ്സ്, ഫുഡ് അലർജീസ് എക്സെട്ര. ഇതൊക്കെ നമ്മൾ പേഷ്യൻറ്റിന് ഡയറ്റ് ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ അസസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ദെൻ ചെക്ക് ആൻഡ് പോസ്റ്റ്പോൺ ഇമ്മീഡിയറ്റ് പ്രൊസീജിയർ. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഏതെങ്കിലും പെയിൻഫുൾ പ്രൊസീജിയേഴ്സ് പേഷ്യൻറ്റിന് ഫുഡ് ടൈമിൽ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്പോൺ ഇറ്റ്. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുക. ദെൻ ചെക്ക് ജനറൽ കണ്ടീഷൻ ഓഫ് ദ ക്ലയൻറ്റ് ആൻഡ് എബിലിറ്റി ടു സെൽഫ് കെയർ. അതായത് പേഷ്യൻറ്റ് തന്നെ ഫുഡ് എന്തുമാത്രം കഴിക്കാൻ പറ്റും, ജനറൽ കണ്ടീഷൻ പേഷ്യൻറ്റിൻ്റെ ഗുഡ് ആണോ ഫെയർ ആണോ വീക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. whether they can take food themselves or assistance is needed. That should be checked. Then check ability to follow directions. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഫോളോ ചെയ്യാനുള്ള ആ ഡിറക്ഷൻസ് ഫോളോ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, പേഷ്യൻറ്റ് മെൻ്റലി സൗണ്ട് ആണോ എന്നുള്ള കാര്യം വി ഹാവ് ടു ചെക്ക്. ദെൻ ചെക്ക് അവൈലബിൾ ആർട്ടിക്കിൾസ് ഇൻ ദ യൂണിറ്റ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ചുമ്മാ കൈകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. സോ വാട്ട് എവർ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് എക്യുപ്മെൻറ്റ്സിൻ്റെ. സോ വി മസ്റ്റ് ചെക്ക് വെദർ ഓൾ ദ ആർട്ടിക്കിൾസ് ആർ അവൈലബിൾ ഇൻ ദ യൂണിറ്റ് ഓർ what are the available articles in our unit, and if something is not there we can arrange it with the patient. So that is the preliminary assessment. Then let us see the equipments. What all equipments are needed? Okay, here's a tray. We need a tray with 1 glass of water. അല്ല എപ്പോഴും ഭക്ഷണം കഴിയുമ്പോൾ വെള്ളം ഉപയോഗിക്കും. a napkin തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, മാക്കിൻടോഷ് വിത്ത് ടവൽ. കേട്ടിട്ടുണ്ടോ മാക്കിൻടോഷ്? ദിസ് ഇസ് എ മാക്കിൻടോഷ്. ഇറ്റ്സ് എ റബ്ബർ ഷീറ്റ്. ഒരു സൈഡ് 2 സൈഡിലും കളർ കണ്ടോ. ഇത് ഈ മിക്കവാറും തന്നെ ഈ ഒരു കളറായിരിക്കും ഒരു സൈഡിന്, ഈ സൈഡിലെ കളേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഗ്രീൻ കളറാണ് ഇതിന്. ജസ്റ്റ് ബെഡിൻ്റെ സോയിലിംഗ് അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ സോയിലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാക്കിൻടോഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ടവലും കൂടി ഇടും, എന്നിട്ടാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്നത്.
ഇവിടെ കാണാൻ പേഷ്യൻറ്റിന് ഒരു ബിബാണ് നമ്മൾ ഉപയോഗിച്ചാണ് ഫുഡ് എന്താ പറയുക ഭക്ഷണം ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഇതിന് പറയുന്ന പേരാണ് ബിബ്. കുഞ്ഞു കുട്ടികൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഓക്കെ, ഫീഡിങ് കപ്പ് ഒരു സ്പൂൺ നമ്മൾ ഓൾറെഡി ഫീഡിങ് കപ്പ് കണ്ടായിരുന്നു. ഇത് കണ്ടായിരുന്നു, ഫീഡിങ് കപ്പ് കണ്ടായിരുന്നല്ലേ, ഓർക്കുന്നില്ല. ഇത് ട്രഡീഷണൽ ഫീഡിങ് കപ്പാണ്. ഇത് എന്താ പറയുക സെമി സോളിഡ് ഡയറ്റും സോളിഡ് ഡയറ്റും കൊടുക്കാനാണ് നമുക്ക്. ഇതുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ സ്പില്ലിംഗ് ഒഴിവാക്കുക. ഈ സാധനം നിങ്ങൾ ഹോസ്പിറ്റൽ സെറ്റിങ്സിലൊന്നും കാണാമെന്ന് പ്രതീക്ഷിക്കരുത്. ദിസ് ഇസ് എ ട്രഡീഷണൽ ഫീഡിംഗ് കപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഓൾ ടൈംസ് ഇൻ ദ ഹോസ്പിറ്റൽസ്. ഇതിൻ്റെ അകത്ത് ഫുഡ് ഫില്ല് ചെയ്യും. ഇത് ക്ലേ കൊണ്ടുള്ള വെച്ച് എന്നിട്ട് ഈ സൈഡിൽ കൂടെ പതിയെ പതിയെ പേഷ്യൻ്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഓക്കെ, പക്ഷെ നമ്മൾ ആദ്യം കണ്ട പിക്ചറിൽ പേഷ്യൻറ്റിന് ഇത് കണ്ടോ ഇവിടെ സ്പൂൺ വെച്ചാണ് കൊടുക്കുന്നത് അല്ലേ. സോ വി ക്യാൻ ഇംപ്രൂവൈസ് വാട്ട് എവർ നീഡഡ് ഫോർ ദ പേഷ്യൻറ്റ് വി ക്യാൻ ഗിവ്. ഇത് സ്പൂൺ വെച്ച് കൊടുത്താൽ കഴിക്കും എന്നുള്ള പേഷ്യൻ്റാണ് അങ്ങനെയും കൊടുക്കുക. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ദെൻ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഫുഡ് ഇൻ എ മഗ് പ്ലേറ്റ് അറ്റ് റൈറ്റ് ടെമ്പറേച്ചർ. മഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫീഡിംഗ് കപ്പിൽ എടുത്താലും മതി, അല്ലെങ്കിൽ പ്ലേറ്റിൽ നമ്മൾ ആദ്യം കണ്ട പോലെ. പിന്നെ വേണ്ട എക്യുപ്മെൻറ്റ് എന്താണ്, ആവശ്യമുള്ള ഫുഡ് നമ്മൾ എടുത്തു. ഒരു കിഡ്നി ട്രേ വേണം. ദിസ് ഇസ് ദ കിഡ്നി ട്രേ അഗെയിൻ. ഓക്കെ, സോ ദീസ് ആർ ദ ആർട്ടിക്കിൾസ് നീഡഡ്. വളരെ കുറച്ച് ആർട്ടിക്കിൾസ് മതി നമുക്ക്. ദെൻ ദ പ്രൊസീജിയർ. പ്രൊസീജിയർ ഇസ് ഫസ്റ്റ് വാഷ് ഹാൻഡ്സ്. നമ്മുടെ കൈ കഴുകണം. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻറ്റ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുള്ള കാര്യം ഏത് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പും വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ടു ദ പേഷ്യൻറ്റ്. ആൻഡ് പ്ലേസ് മാക്കിൻടോഷ് വിത്ത് ടവൽ ബിലോ ചിൻ. നമ്മുടെ കഴുത്തിൻ്റെ കൂടെ താഴേക്ക് വെക്കുകയാണ്. ദെൻ പ്രൊവൈഡ് ഫീഡ്. ദെൻ ഓഫർ വാട്ടർ ആൻഡ് കംപ്ലീറ്റ് ഫീഡ്. അതായത് നമ്മൾ ആദ്യമേ ഫീഡ് കൊടുത്തു തുടങ്ങുന്നു. ഇടയ്ക്ക് പേഷ്യൻറ്റ് വെള്ളം ഡിമാൻഡ് ചെയ്യാനായിട്ട് വെള്ളം കൊടുക്കുക. എന്നിട്ട് ആ ഫുഡ് മുഴുവൻ കഴിപ്പിക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ദെൻ ആഫ്റ്റർ കെയർ. വാഷ് പേഷ്യൻസ് ഹാൻഡ്സ് ആൻഡ് മൗത്ത്. പേഷ്യൻറ്റ് തന്നെയാണ് കഴിച്ചെങ്കിൽ പേഷ്യൻ്റെ ഹാൻഡ്സ് കഴുകുക, കഴുകാൻ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ കയ്യിൽ കിഡ്നി ട്രേ ഉണ്ട്, നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്. വെള്ളം പേഷ്യൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക. പേഷ്യൻറ്റ് തന്നെ റിൻസ് ചെയ്തോളും. ദെൻ റിമൂവ് ദ ടവൽ ഫ്രം ദ നെക്ക്. മേക്ക് ദ പേഷ്യൻറ്റ് കംഫർട്ടബിൾ. അതായത് പേഷ്യൻറ്റ് കിടക്കുന്ന പൊസിഷനിലോട്ട് മാറണം, അല്ലെങ്കിൽ കുറച്ച് നേരം മുക്കി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കാം നമുക്ക്. അപ്പോൾ പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കുക. റീപ്ലേസ് ദ ആർട്ടിക്കിൾസ്. എല്ലാ ആർട്ടിക്കിൾസ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. വാഷ് ചെയ്ത് ഡ്രൈ ആക്കി റീപ്ലേസ് ചെയ്യണം. വാഷ് ഹാൻഡ്സ്. നമ്മുടെ കൈകൾ വീണ്ടും കഴുകുക. ദെൻ recording. This is mandatory. Okay, you should never forget there is an IO chart, intake output chart of the patient, in which we record what are the foods or liquids patient has taken, and output chart what all things went outside of the patient, that is urine, vomiters, all these things should be charted or recorded in the IO chart. So that's all about the procedure feeding helpless patient orally. I hope you understood about this procedure. It's a most simple procedure which will be completed in no time, but the time which is taken for this is that if the patient takes more time to feed himself, there is nothing more to learn. നമ്മുടെ വീട്ടിലാണെങ്കിലും വയസ്സായവർക്ക് നമ്മൾ ഫീഡ് കൊടുക്കത്തില്ല, അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. Hope you understood this procedure. This procedure will be demonstrated to you in the lab itself when you come to college. Okay, thank you.